അവരുടെ ശുശ്രൂഷയിൽ അവർ ഏകദേശം 2,00,000-ഓളം അത്ഭുതങ്ങളും രോഗശാന്തികളും ചെയ്തിട്ടുണ്ട്. എൽഡർ ലൂസി സ്മിത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനജനകമായ വാക്കുകൾ നിങ്ങൾ നിങ്ങളായിരിക്കുക എന്നതായിരുന്നു. അവർക്ക് ഭാഷാവ്യാകരണ പരിജ്ഞാനം അത്രത്തോളം മെച്ചമായ നിലയിലില്ലായിരുന്നു എന്ന് പറയപ്പെട്ടിരുന്നു. ദൈവകരങ്ങളിലെ അത്ഭുതപാത്രം പാസ്റ്റർ ലൂസി സ്മിത്ത്. 2,00,000-ലധികം പേരുടെ സൗഖ്യത്തിനായി ദൈവം ഉപയോഗിച്ച അത്ഭുതപാത്രം. എൽഡർ ലൂസി സ്മിത്തിന്റെ ശുശ്രൂഷയിൽ 2,00,000-ഓളം ആളുകൾ സൗഖ്യം പ്രാപിച്ചിട്ടുള്ളതായി കണക്കാക്കപ്പെടുന്നു. ആദ്യമായി റേഡിയോ സംപ്രേഷണം ആരംഭിച്ച കറുത്ത വർഗക്കാരിയായ വനിതാ ശുശ്രൂഷക. കാതറിൻ കൂൾമാൻ എന്ന ശക്തയായ ദേവദാസിക്ക് മുൻപ് ദൈവകരങ്ങളിൽ അതിശക്തമായി ഉപയോഗിക്കപ്പെട്ട ഒരു അഭിഷിക്ത വനിത ഉണ്ടായിരുന്നു. എൽഡർ ലൂസി സ്മിത്ത് എന്ന കറുത്ത വർഗക്കാരിയായിരുന്നു ആ വനിത. എൽഡർ ലൂസി സ്മിത്ത് എന്നറിയപ്പെട്ടിരുന്ന ലൂസി ടർണർ സ്മിത്ത് ചിക്കാഗോയിൽ ഓൾ നേഷൻസ് പെന്തക്കോസ്റ്റ് ചർച്ച് എന്ന് വിളിക്കപ്പെട്ട ഒരു മെഗാ ചർച്ച് നിർമ്മിച്ച് പാസ്റ്ററായി സേവനമനുഷ്ഠിച്ച ആദ്യത്തെ കറുത്ത വർഗക്കാർ. അവരുടെ ശുശ്രൂഷയിൽ അവർ ഏകദേശം 2,00,000-ഓളം അത്ഭുതങ്ങളും രോഗശാന്തികളും ചെയ്തിട്ടുണ്ട്. എൽഡർ ലൂസി സ്മിത്തിൽ നിന്നുള്ള ഏറ്റവും വലിയ പ്രോത്സാഹനജനകമായ വാക്കുകൾ നിങ്ങൾ നിങ്ങളായിരിക്കുക എന്നതായിരുന്നു. അവർക്ക് ഭാഷാവ്യാകരണ പരിജ്ഞാനം അത്രത്തോളം മെച്ചമായ നിലയിലില്ലായിരുന്നു എന്ന് പറയപ്പെട്ടിരുന്നു. അവർ ഒരിക്കലും ഒരു മികച്ച പ്രസംഗക ആകുവാൻ ശ്രമിച്ചിട്ടില്ല. അവർ ചില സമയങ്ങളിൽ ശാന്തമായി സംസാരിക്കുകയും പ്രസംഗിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്യുമെങ്കിലും അവർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാ രോഗങ്ങളും സുഖപ്പെടും. പുരുഷന്റെ ദൃഷ്ടിയിൽ അവർക്ക് ഉണ്ടായിരുന്ന കുറവുകൾ ദൈവം തന്റെ ശക്തി കൊണ്ട് പരിഹരിച്ചു. 1875 ജനുവരി 14 ജോർജിയയിലെ വുഡ്സ്റ്റോക്കിലാണ് ലൂസി ജനിച്ചത്. ലുസിൻഡ മാഡൻ എന്നാണ് പേര്. അവർ 6 മക്കളിൽ ഒരുവളായിരുന്നു. തനിക്ക് അമ്മ മാത്രമാണ് ഉണ്ടായിരുന്നത്. അവൾ 12-ാം വയസ്സിൽ ബാപ്റ്റിസ്റ്റ് സഭയിൽ തൻ്റെ ജീവിതം കർത്താവിന് സമർപ്പിച്ചു. 13-ാം വയസ്സിൽ ജീവിതത്തിൽ ആദ്യമായി സ്കൂൾ പഠനം ആരംഭിച്ചു. 1896 താൻ വില്യം സ്മിത്തുമായി വിവാഹ ജീവിതത്തിൽ പ്രവേശിച്ചു. അവർക്ക് 9 കുട്ടികളായി. കുടുംബമായി ജോർജിയയിലെ ഏതൻസിലേക്ക് 1908 താമസം മാറ്റി. അല്പകാലം കഴിഞ്ഞപ്പോൾ ഭർത്താവിനാൽ ഉപേക്ഷിക്കപ്പെട്ടു. അതിനുശേഷം അറ്റ്ലാന്റയിലേക്കും അവിടെ നിന്ന് 1910 ചിക്കാഗോയിലേക്കും താമസം മാറ്റി. വില്യം സ്മിത്ത് ചിക്കാഗോയിൽ വീണ്ടും കുടുംബത്തോടൊപ്പം ചേർന്നു. ചിക്കാഗോയിൽ വെച്ച് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം 1912 എൽഡർ ലൂസി പ്രധാനമായും വെള്ളക്കാരായ ആളുകളുള്ള പെന്തക്കോസ്ത് പള്ളിയായ സ്റ്റോൺ ചർച്ചിൽ ചേർന്നു. അവിശ്വസനീയമായ രോഗശാന്തി ശുശ്രൂഷകൾക്ക് പേരുകേട്ട ഒരു സഭയായിരുന്നു അത്. വില്യം സെയ്മോർ, സ്മിത്ത് വിഗിൽസ്വർത്ത്, ജോൺ ജി ലേക്ക്, മരിയ വുഡ്വർത്തേറ്റർ തുടങ്ങിയ അക്കാലത്തെ ഏറ്റവും പ്രശസ്തരായ ദൈവിക രോഗശാന്തി ശുശ്രൂഷകർ അവിടെ പതിവായി ശുശ്രൂഷ ചെയ്തു. അത്ഭുതങ്ങളുടെ ഈ അന്തരീക്ഷത്തിലാണ് അവർക്ക് ദൈവിക രോഗശാന്തി ശുശ്രൂഷയിലേക്കുള്ള വ്യക്തിപരമായ വിളി ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. 1916 ലൂസി സ്വന്തം വീട്ടിൽ 2 സ്ത്രീകളുമായി ഒരു ഒറ്റമുറി പ്രാർത്ഥനാ യോഗം ആരംഭിച്ചു. അനേകർ പരിശുദ്ധാത്മാവിനാൽ സുഖം പ്രാപിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്തതോടെ കൂട്ടായ്മ അതിവേഗത്തിൽ വളർന്നു. അങ്ങനെ ആ വളർച്ചയുടെ ഫലമായി 1920 ലാംഗ്ലി അവന്യൂ ഓൾ നേഷൻസ് പെന്തക്കോസ്ത് സഭ സ്ഥാപിച്ചു. ആദ്യകാലങ്ങളിൽ അവർക്ക് സ്ഥിരമായ ഒരു കെട്ടിടമില്ലായിരുന്നു. 10 വർഷത്തിന് ശേഷം 1926 അവർ $65,000 മൂല്യമുള്ള, ഇന്നത്തെ $1 ദശലക്ഷം തുല്യമായത് ഒരു സഭാ ഹാൾ പണിതു. 1930കളിൽ ഏതാണ്ട് 3000 അംഗങ്ങൾ ഉണ്ടായിരുന്നു. അത്ഭുത രോഗശാന്തി ശുശ്രൂഷകളാണ് ഇത്രയും വളർച്ചയ്ക്ക് കാരണമെന്ന് അവർ പറഞ്ഞു. ഓൾ നേഷൻസ് പെന്തക്കോസ്ത് ദേവാലയത്തിലെ രോഗശാന്തി ശുശ്രൂഷകൾ അസാധാരണമായിരുന്നു. എൽഡർ ലൂസി സ്മിത്ത് ആഴ്ചയിൽ 3 തവണ രോഗശാന്തി ശുശ്രൂഷകൾ നടത്തും. ബധിരർ, അന്ധർ, വികലാംഗർ, മുടന്തർ, പക്ഷാഘാതം ബാധിച്ചവർ, ഗോയിറ്റർ, ക്യാൻസർ എന്നിവ ബാധിച്ചവർ ആഴ്ചതോറും സുഖം പ്രാപിച്ചു. സൗഖ്യം പ്രാപിച്ച പലരുടെയും ഊന്നുവടികളും ചൂരലും കൊണ്ട് പള്ളിയുടെ നിലവറ അലങ്കരിച്ചിരുന്നു. ലൂസി ഇലിനോയിസ് സംസ്ഥാനത്തുടനീളവും വിദേശത്തും സഞ്ചരിച്ചു. ദൈവത്തിന്റെ രോഗശാന്തി ശക്തി സ്വീകരിച്ച് 100 കണക്കിന് ആളുകൾ സുഖപ്പെടുകയും രക്ഷിക്കപ്പെടുകയും ചെയ്തു. സമീപത്തും
ദൂരത്തു നിന്നും വരുന്ന എല്ലാ തരത്തിലും വർണ്ണത്തിലുമുള്ള ആളുകൾക്കിടയിൽ അവൾ ജനപ്രിയയായിരുന്നു. ദൈവം ലൂസിയോട് സംസാരിച്ചു. റേഡിയോയിലൂടെ ശുശ്രൂഷകൾ പ്രക്ഷേപണം ചെയ്യാൻ അവരോട് പറഞ്ഞു. ഈ പ്രക്ഷേപണം 1933 ദ ഗ്ലോറിയസ് ചർച്ച് ഓഫ് ദി ഇയർ എന്ന റേഡിയോ പരിപാടിയായി അറിയപ്പെട്ടു. ഒരു കറുത്ത വർഗ്ഗക്കാരുടെ സഭയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്ത ആദ്യത്തെ തത്സമയ സേവനമായിരുന്നു ഇത്. അവർ പ്രാർത്ഥിച്ചപ്പോൾ ആളുകൾ എപ്രകാരം സുഖം പ്രാപിച്ചുവെന്ന് പറയുന്ന സാക്ഷ്യത്തിൻ്റെ കത്തുകൾ രാജ്യത്തിൻ്റെ നാനാഭാഗത്തു നിന്നും വരുന്നതിന് അത് ഇടയാക്കി. സഭ നടത്തിയ മഹത്തായ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് പണം കണ്ടെത്താനും റേഡിയോ പ്രോഗ്രാം സഹായിച്ചു. മഹാമാന്യകാലത്ത് അവർ ആയിരക്കണക്കിന് ആളുകൾക്ക് ഭക്ഷണം നൽകുകയും നഗരത്തിലെ കറുത്ത വർഗ്ഗക്കാരുടെ കുടുംബങ്ങൾക്ക് ഭക്ഷണവും വസ്ത്രവും നൽകുകയും ചെയ്തു. അവരുടെ ശുശ്രൂഷയുടെ അവസാന നാളുകളിൽ തൻ്റെ ശുശ്രൂഷയിലെ 2 ലക്ഷത്തോളം ആളുകൾ സൗഖ്യം പ്രാപിച്ചിട്ടുള്ളതായി കണക്കാക്കപ്പെടുന്നു. ലളിതമായതും സമർപ്പിക്കപ്പെട്ടതുമായ ഒരു പാത്രത്തെ ഉപയോഗിച്ച് ദൈവത്തിന് എന്തെല്ലാം വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമെന്നതിൻ്റെ ഒരു പ്രധാന ഉദാഹരണമാണ് ലൂസി സ്മിത്ത്. അവർ ഒരിക്കലും ഭാവിക്കേണ്ടതിന് മീതെ ഭാവിക്കുവാൻ ശ്രമിച്ചില്ല. എന്തിനായി വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന് അവർക്കറിയാമായിരുന്നു. അവർ അതിൽ തന്നെ ഉറച്ചു നിന്നു. 1952 ജൂൺ 18 ലൂസി സ്മിത്ത് തൻ്റെ ഭൂമിയിലെ ശുശ്രൂഷ അവസാനിപ്പിച്ച് സ്വർഗീയ വിശ്രമത്തിലേക്ക് പ്രവേശിച്ചു. ദേശത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്നും 60,000-ലധികം ആളുകൾ ആദരാഞ്ജലികൾ അർപ്പിക്കാനെത്തി. അവരുടെ ഭൗതിക ശരീരം ഒരു കുതിരവണ്ടിയിലായിരുന്നു ലിങ്കൺ സെമിത്തേരിയിലേക്ക് ആനയിക്കപ്പെട്ടത്. ചിക്കാഗോയിലെ അക്കാലത്ത് നടന്ന ഏറ്റവും വലിയ ശവസംസ്കാര ശുശ്രൂഷയായിരുന്നു അത്. ദൈവത്തിൻ്റെ കൈകളിൽ ഒരു ലളിതമായ പാത്രമായി സമർപ്പിക്കപ്പെട്ട എൽഡർ ലൂസി വില്യം സ്മിത്തിനെ പോലെ നമുക്കും നമ്മുടെ മേൽ നിയമിക്കപ്പെട്ട വിളിക്കായി സമർപ്പിക്കാം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.